എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നിനച്ചിടുവിൽ. ഇതുവരെ ശുഭമായി നടത്തിയോൻ ഇനിമേലും നടത്തിയിടുമേ. ഇതുവരെ ശുഭമായി നടത്തിയോൻ ഇനിമേലും നടത്തിയിടുമേ. സുഭാഷിതം യെശയ്യാപ്രവചനം 32:8 വായിക്കുന്നത്: ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു, ഉത്തമ കാര്യങ്ങളിൽ അവൻ ഉറ്റുനിൽക്കുന്നു. ഉത്തമനായ ഒരു മനുഷ്യന്റെ ഉത്കൃഷ്ട ഗുണങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചിന്ത ഉത്കൃഷ്ടമാകുന്നു. തന്നെയുമല്ല, അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കാര്യാദികളും നല്ലതാകുന്നു. NKG ബൈബിളിൽ അതിങ്ങനെ വായിക്കുന്നു: But a generous man devises generous things, and by generosity he shall stand. ഉദാരമനസ്കനായ ഒരു മനുഷ്യൻ ഉദാരമായ കാര്യങ്ങൾ ചെയ്യുന്നു, ഔദാര്യത്താൽ അവൻ നിലകൊള്ളുന്നു. ചില ട്രാൻസ്ലേഷനുകളിൽ മഹത്തായ, മാന്യമായ, ശ്രേഷ്ഠമായ, സഹായകരമായ എന്നൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. വിവിധ അർത്ഥങ്ങൾ പറഞ്ഞതിന്റെ കാരണം ഇതെല്ലാം ഉത്തമനായ മനുഷ്യന്റെ സദ്ഗുണങ്ങളാണ്. ഔദാര്യത്തിന്റെയും പരോപകാരത്തിന്റെയും ശക്തമായ സന്ദേശം യെശയ്യാവ് ജനത്തോടെ വിളിച്ചറിയിക്കുന്നു. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീനെന്ന് യേശു കർത്താവ് പഠിപ്പിച്ചു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ അനുകരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മക്കൾ ചെയ്യേണ്ട പ്രവർത്തികളെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബ് പറയുന്നു, പ്രവൃത്തികളില്ലാത്ത വിശ്വാസം വ്യർത്ഥമാകുന്നു എന്ന്. ഗലാത്യർ 6:9-10 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. പത്രോസ് പറയുന്നു, നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും, നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും, നന്മ ചെയ്യുവാനും, സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. ആർക്കൊക്കെയാണ് നന്മ ചെയ്യേണ്ടതെന്നും യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി 25:45 വായിക്കുന്നു: ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത്. അർഹിക്കുന്നവർക്ക് നന്മ ചെയ്യുവാൻ നാം ഉത്സാഹിക്കണമെന്നർത്ഥം. ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്ന്. യേശു കർത്താവ് പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ എന്ന് കർത്താവ് പഠിപ്പിച്ചു. മനുഷ്യരാൽ മാനം ലഭിക്കുന്നതിന് വേണ്ടി നാം ചെയ്യുന്ന പ്രവർത്തികൾ ഒന്നും തന്നെ ദൈവം അംഗീകരിക്കുന്നില്ല. യേശു കർത്താവ് പറഞ്ഞത്: നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആകയാൽ ഉത്തമമായത് ചിന്തിക്കാം, ഉത്തമമായത് പ്രവർത്തിക്കാം. God bless you all with these words. യേശുരാജൻ വന്നിടുവാൻ